ഹായ് മക്കളെ, മോഡൽ എക്സാം ഇങ്ങ് അടുത്തെത്താറായില്ലേ. +1 ബിസിനസ് സ്റ്റഡീസിൽ 11ഓളം വരുന്ന ചാപ്റ്റേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ചിലരെങ്കിലും ഇങ്ങനെ വിചാരിക്കുന്നുണ്ടായിരിക്കും, അയ്യോ മോഡൽ എക്സാം 11 ചാപ്റ്റേഴ്സ് എങ്ങനെ പഠിച്ചു തീർക്കും, എവിടെ നിന്ന് തുടങ്ങും, ഏത് ചാപ്റ്റർ ആദ്യം റിവൈസ് ചെയ്യും, ഏത് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ കൂടുതൽ വർക്കൗട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പഠിക്കേണ്ടത് എന്നുള്ള കൺഫ്യൂഷനിലായിരിക്കും പലരും തന്നെ. അപ്പോൾ നിങ്ങൾക്കുള്ള ഒരു കംപ്ലീറ്റ് സൊല്യൂഷനുമായിട്ടാണ് സാർ ഇന്ന് ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കറിയാം, ഓരോ ചാപ്റ്റേഴ്സ് പഠിക്കുന്ന സമയത്തും ഓരോ ചാപ്റ്റേഴ്സിന്റെയും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, അതായത് വെയിറ്റേജ് അനുസരിച്ച് വേണം നമ്മൾ ഓരോ ചാപ്റ്റേഴ്സും കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. സോ അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ ഓരോ ചാപ്റ്റേഴ്സിലെയും വളരെ പ്രധാനപ്പെട്ട കണ്ടന്റുകൾ നമ്മൾ റിവൈസ് ചെയ്യണമെന്നുണ്ട്. ഇനി ഒരു ഷോർട്ട് പീരീഡ് പബ്ലിക് എക്സാമിലേക്കും അതേപോലെ തന്നെ മോഡൽ എക്സാമിലേക്കും ഉള്ളൂ. അപ്പൊ ഇങ്ങനെ മോഡൽ എക്സാമിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് ഓരോ ചാപ്റ്റേഴ്സിലെയും വളരെ പ്രധാനപ്പെട്ട കണ്ടന്റുകളും വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളും ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ മൂവിങ് ടു ഫസ്റ്റ് ചാപ്റ്റർ. ഫസ്റ്റ് ചാപ്റ്റർ ഏതാണ്? ബിസിനസ്, ട്രേഡ് ആൻഡ് കൊമേഴ്സ് ആണ്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 6 മാർക്കാണ്. അപ്പൊ ഒരു ഷോർട്ട് എസ്സേ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു ചാപ്റ്ററിന് ചോദിക്കാൻ സാധ്യതയുള്ളത്. നമുക്കറിയാം, ബിസിനസിന്റെ മീനിങ് എല്ലാവരും തന്നെ പഠിച്ചിട്ടുണ്ടായിരിക്കും എന്ന് സാർക്ക് അറിയാം. അങ്ങനെ പഠിക്കുന്ന സമയത്ത് ക്യാരക്ടറിസ്റ്റിക്സ്, ഒബ്ജക്റ്റീവ്സ്, ഇതൊരു 4 മാർക്ക് അല്ലെങ്കിൽ ഒരു 5 മാർക്കിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ബിസിനസ്, പ്രൊഫഷൻ, എംപ്ലോയ്മെന്റ്, ഇവർ തമ്മിലുള്ള ഡിഫറൻസ് പഠിച്ചു വെക്കുക. ഇത് പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ്, കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി അല്ലെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്രൈമറി, സെക്കൻഡറി, ടേഴ്സറി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ട്രേഡ് പ്ലസ് എയ്ഡ്സ് ടു ട്രേഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേയധികം ക്ലാസിഫിക്കേഷൻസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് മാച്ച് ദ ഫോളോയിങ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ പഠിച്ചു വെക്കാം. ദെൻ ബിസിനസ് റിസ്ക്, ടൈപ്സ് ഓഫ് ബിസിനസ് റിസ്ക് ഉണ്ട്, കോസസ് ഓഫ് ബിസിനസ് റിസ്ക് ഉണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പിക് കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ ഓർക്കുക. അതേപോലെ തന്നെ ചാപ്റ്ററിന്റെ അവസാന ഭാഗത്ത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്, ഇതൊരു ഷോർട്ട് എസ്സേ പോലെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതും നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് പഠിച്ചു വെക്കേണ്ട ഒരു ടോപ്പിക്കാണ്. അപ്പം ഈ ഒരു ചാപ്റ്റർ 6 മാർക്കിനാണ് ചോദിക്കുക. ഈ ഭാഗങ്ങളൊന്നും തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കുന്ന സമയത്ത് രണ്ടാമത്തെ ചാപ്റ്ററിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ +1 ബിസിനസ് സ്റ്റഡീസിലെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. ഈ ചാപ്റ്ററിൽ 5 ഫോംസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. 5 ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഏതൊക്കെയാണ്? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, ജോൺ ഹിന്ദു ഫാമിലി ബിസിനസ്, പാർട്ട്ണർഷിപ്പ്, കോപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് ജോൺ സ്റ്റോക്ക് കമ്പനി. അല്ലെ, ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, എസ്സേ ടൈപ്പ് ചോദ്യങ്ങളായിട്ട് മുൻ വർഷങ്ങളൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. കൂടുതലും ചോദിച്ച് കണ്ടിട്ടുള്ളത് ജോൺ സ്റ്റോക്ക് കമ്പനി, പാർട്ട്ണർഷിപ്പ്, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണ്. അപ്പൊ ഈ ഒരു 3 ടോപ്പിക് നിന്നാണ് കൂടുതൽ എസ്സേ ടൈപ്പ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഇതിൽ തന്നെ ടൈപ്പ് ഓഫ് പാർട്ട്നേഴ്സ് പഠിച്ചു വെക്കുക. കോപ്പറേറ്റീവ് സൊസൈറ്റിന്റെ ടൈപ്സ് ഉണ്ട്. അതേപോലെ തന്നെ ജോൺ സ്റ്റോക്ക് കമ്പനി, പബ്ലിക് കമ്പനി ഉണ്ട്, പ്രൈവറ്റ് കമ്പനിയും ഉണ്ട്. അപ്പം ഈ ഒരു കണ്ടന്റുകൾ അതിന്റെ കൂടെ തന്നെ നിങ്ങൾ എന്താക്കി വെക്കണം, ഓർത്ത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോവാണ്. ദാറ്റ് ഈസ് പ്രൈവറ്റ്, പബ്ലിക്, ഗ്ലോബൽ എന്റർപ്രൈസസ്. മൂന്നാമത്തെ ചാപ്റ്റർ വളരെ ചെറിയ ചാപ്റ്റർ ആണ്. അതുകൊണ്ട് തന്നെ 5 മാർക്കാണ് ഈ ഒരു ചാപ്റ്ററിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പൊ നമുക്കൊരു എക്സ്പെക്ട് ചെയ്യാവുന്നത് ഒരു ഷോർട്ട് എസ്സേ, ചെറിയ ഒരു 4 മാർക്ക് 3 മാർക്കിന് ഈ രീതിയിലുള്ള ഒരു മാർക്കിംഗ് ഡിസ്ട്രിബ്യൂഷൻ രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരിക. അപ്പൊ നമുക്കറിയാം 4 ടൈപ്പ് ഓഫ് പബ്ലിക് സെക്ടർ എന്റർപ്രൈസ്, അല്ല 3 ടൈപ്പ് പബ്ലിക് സെക്ടർ എന്റർപ്രൈസസിനെ കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഇപ്പൊ MNC ആണെങ്കിൽ പ്രൈവറ്റ് സെക്ടറിൽ വരുന്നതാണ്. അപ്പം ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്, പബ്ലിക് കോർപ്പറേഷൻസ്, ഗവൺമെന്റ് കമ്പനി, ഈ ഒരു 3 പബ്ലിക് സെക്ടർ എന്റർപ്രൈസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ഉറപ്പായിട്ടും ഈ ഒരു ഏതെങ്കിലും ഒന്നും ഉറപ്പായിട്ടും ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പം ഈ ഒരു ചാപ്റ്ററിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ശ്രദ്ധിച്ചു വെക്കാം. ഇനി 4ാമത്തെ ചാപ്റ്റർ ബിസിനസ് സർവീസസ്. ബിസിനസ് സർവീസ് എന്ന ചാപ്റ്ററിൽ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സർവീസസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അങ്ങനെ സർവീസസ് പഠിക്കുന്ന സമയത്ത് ബാങ്കിങ്ങും ഇൻഷുറൻസും നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് ആവർത്തിച്ച് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ട് പഠിക്കേണ്ട 2 ടോപ്പിക്കുകളാണ് ബാങ്കിങ്ങും ഇൻഷുറൻസും. ബാങ്കിങ്ങിൽ ടൈപ്സ് ഓഫ് ബാങ്കും ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്കും വളരെ പ്രധാനപ്പെട്ടതാണ്. ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് എസ്സേക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗം കൂടിയാണ്. അതേപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസും ടൈപ്സ് ഓഫ് ഇൻഷുറൻസും പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, പിന്നെ കമ്മ്യൂണിക്കേഷനും ട്രാൻസ്പോർട്ടേഷനും ഒരു 2 മാർക്ക് 3 മാർക്ക് ആ രീതിയിലുള്ള ഒരു മാർക്കിംഗ് ഡിസ്ട്രിബ്യൂഷൻ ആണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ ബാങ്കിങ്ങിനും ഇൻഷുറൻസിനുമാണ്. അപ്പൊ ആ കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചു വെക്കുക. അപ്പൊ ഈ ഒരു ചാപ്റ്ററിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 10 മാർക്കാണ് കേട്ടോ. ഇനി നമ്മുടെ 5ാമത്തെ ചാപ്റ്ററിലേക്ക് അടുക്കുകയാണെങ്കിൽ എമർജിംഗ് മോഡ്സ് ഓഫ് ബിസിനസ് ആണ്. ഇതും കമ്പാരിറ്റീവ്ലി ചെറിയ ചാപ്റ്റർ ആണ്. അതുകൊണ്ട് തന്നെ 5 മാർക്കിനുള്ള ഒരു ചോദ്യം മാത്രമേ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ ബിസിനസ്സും ഈ കൊമേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കാം ചോദിക്കുക. അല്ലെങ്കിൽ ഈ ബിസിനസ്സും ട്രഡീഷണൽ ബിസിനസ്സും തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കാം. മാറിപ്പോവരുത്. ഈ ബിസിനസ്സും ഈ കൊമേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാം. അല്ലെങ്കിൽ ഈ ബിസിനസ്സും ട്രഡീഷണൽ ബിസിനസ്സും ചോദിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി സിമ്പിൾ ആണ് നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് സ്കോപ്പ് ഓഫ് ഈ ബിസിനസ്, അതായത് നമ്മൾ B2C അല്ലെങ്കിൽ C2C അല്ലെങ്കിൽ ഇൻട്രാ ബി എന്നൊക്കെ നമ്മൾ പഠിച്ച
പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലെ. ഇൻട്രാ ബി കൊമേഴ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ സ്കോപ്പും ഇമ്പോർട്ടന്റ് ആണ്. ഒരു മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് ചോദിക്കാം കേട്ടോ. മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗം കൂടിയാണ് സ്കോപ്പ്. ഇനി ബെനിഫിറ്റ്സ് ഓഫ് ഈ ബിസിനസ്, ലിമിറ്റേഷൻസ് ഓഫ് ബിസിനസ്, പിന്നെ ഈ ട്രാൻസാക്ഷൻ റിസ്ക് അല്ലെങ്കിൽ ഈ ബിസിനസ് റിസ്കുകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന ട്രാൻസാക്ഷൻ റിസ്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊരു 3 മാർക്ക് 2 മാർക്കിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് വലിയൊരു എസ് അങ്ങനെ ഷോർട്ട് എസ് ആയിട്ടൊന്നും ചോദിച്ച് കണ്ടിട്ടില്ല. അപ്പം ഈ രീതിയിലാണ് ഈ ഒരു ചാപ്റ്ററിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് സാർ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോകുന്നു. ദാറ്റ് ഈസ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് ആൻഡ് ബിസിനസ് എത്തിക്സ്. ഇത് കമ്പാരിറ്റീവ്ലി അത്ര തന്നെ പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ്, സാർക്ക് അറിയാം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന്റെ മാർക്കിംഗ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് 6 മാർക്കിനാണ് കേട്ടോ. അപ്പോൾ ഒരു എസ് എ ടൈപ്പ് ഇതുവരെ ഒരു പരീക്ഷയ്ക്കും കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത്ര തന്നെ കണ്ടിട്ടില്ല. എസ് എ ടൈപ്പ് ചോദ്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കണ്ടിട്ടില്ല. നേരെ മറിച്ച് ഷോർട്ട് എസ് എ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രിപ്പയർ ചെയ്താൽ മതി. അപ്പോൾ ആർഗ്യുമെന്റ്സ് അഗെയിൻസ്റ്റും ആർഗ്യുമെന്റ്സ് ഇൻ ഫേവർ ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന ടോപ്പിക് പഠിച്ചു വെക്കണം. കൈൻഡ്സ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതേപോലെ തന്നെ ഡിഫറെന്റ് ഇൻട്രസ്റ്റഡ് ഗ്രൂപ്പിനോട് കാണിക്കേണ്ട സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, കസ്റ്റമേഴ്സിനോട്, ഓണേഴ്സിനോട്, ഗവൺമെന്റിനോട്, അതൊക്കെ നമ്മൾ പഠിച്ചു വെച്ചതാണ്. പിന്നെ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ, ഇത് അത്ര തന്നെ നിങ്ങൾ സിമ്പിൾ. എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന തന്നെയാണ്. പിന്നെ ബിസിനസ് എത്തിക്സുമായി ബന്ധപ്പെട്ട ഒരു 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്ക് അങ്ങനെയാണ് ചോദിക്കാൻ സാധ്യത ഉള്ളത്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നിങ്ങൾ പഠിച്ചു വെക്കുക. സോ 6 മാർക്കിനാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത്. ഓക്കെ, ഇനി നമ്മുടെ 7ാമത്തെ ചാപ്റ്റർ ദാറ്റ് ഈസ് ഫോർമേഷൻ ഓഫ് എ കമ്പനി. ഒരു കമ്പനി ഫോം ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട 4 സ്റ്റേജസ് ആണുള്ളത്. പ്രൊമോഷൻ, ഇൻകോർപ്പറേഷൻ, സബ്സ്ക്രിപ്ഷൻ ഓഫ് ക്യാപിറ്റൽ, കമൻസ്മെന്റ് ഓഫ് ബിസിനസ്. അപ്പൊ ഈ ഒരു സ്റ്റേജസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏത് ടോപ്പിക്കാണ്? പ്രൊമോഷൻ തന്നെയാണ്. അതിൽ ഫങ്ഷൻസ് ഓഫ് പ്രൊമോട്ടർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അത് ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ദെൻ നിങ്ങൾ പഠിക്കേണ്ടത് പിന്നെ ഡോക്യുമെന്റ്സ് റിക്വയർഡ് ഫോർ ദി രജിസ്ട്രേഷൻ ഓഫ് എ കമ്പനി. ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഡോക്യുമെന്റുകൾ ആവശ്യമായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഡോക്യുമെന്റുകളാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും. അത് പഠിക്കാണ്ട് പോകരുത്. അതിന്റെ ഡിഫറൻസ് ചോദിച്ചേക്കാം അല്ലെങ്കിൽ അതിന്റെ ക്ലോസസ് ചോദിച്ചേക്കാം. സോ അത് കൃത്യമായിട്ട് നിങ്ങൾ എന്താക്കുക, പഠിച്ചു വെക്കുക. സോ 8 മാർക്കിനാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത്. അപ്പം വളരെ പ്രധാനപ്പെട്ട എസ് എ ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് ഫോർമേഷൻ ഓഫ് എ കമ്പനി എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഇനി നമ്മുടെ അടുത്ത ചാപ്റ്റർ ആണ് സോഴ്സസ് ഓഫ് ബിസിനസ് ഫിനാൻസ്. അതായത് ഈ ഒരു ചാപ്റ്ററിൽ ഒരു ബിസിനസ്സിലേക്ക് കുറേ അധികം ഫണ്ടുകൾ പല രൂപത്തിൽ പല ഫോമിലായിട്ട് കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. കുറേ സോഴ്സസ് അവൈലബിൾ ആണ്. സോ അതുകൊണ്ട് തന്നെ കുറേ അധികം സോഴ്സസ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കണം. കുറേ ലെങ്തി ആയിട്ടുള്ള തമ്മിൽ മാറിപ്പോകാൻ സാധ്യതയുള്ള കുറേ സോഴ്സസ് ഉണ്ട്. അപ്പം ഇതിൽ മുൻ വർഷങ്ങളിൽ ചോദിച്ച് കണ്ടിട്ടുള്ള സോഴ്സസ് ആരോട് മാർക്ക് ചെയ്യാം. ദാറ്റ് ഈസ് ഇക്വിറ്റി ഷെയർസും പ്രിഫറൻസ് ഷെയർസും. ഇത് ചോദിച്ച് കണ്ടുള്ള ഒരു ഭാഗം തന്നെയാണ്. ദെൻ റീറ്റേൺഡ് ഏർണിംഗ്സ്, ഡിബെഞ്ചേഴ്സ്, ഇതും ചോദിച്ച് കണ്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. അതായത് റിട്ടേൺ ഏർണിംഗ്സ് എന്താണ്, പ്ലഫിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് എന്നൊക്കെ പറഞ്ഞതിന് ഒരു ഓമന പേരിട്ട് വിളിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. സോ അത് പഠിച്ചു വെക്കാം. അതേപോലെ തന്നെ ഡിബെഞ്ചേഴ്സിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് ട്രേഡ് ക്രെഡിറ്റ്, കൊമേഴ്ഷ്യൽ പേപ്പർ, ഫാക്ടറിംഗ് ആൻഡ് ലീസ് ഫിനാൻസിങ്. അപ്പൊ ഇത്രയും ഭാഗങ്ങളാണ് ചോദിക്കാൻ എക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ പറയുന്നത്. സോ ഇത്രയും ഭാഗങ്ങൾ കൃത്യമായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് പഠിച്ചു വെക്കുക. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ലോൺ ഫ്രം കൊമേഴ്ഷ്യൽ ബാങ്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും എഴുതാൻ വേണ്ടി പറ്റുന്ന ചെറിയ ടോപ്പിക്കുകൾ തന്നെയാണ്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞ 8 മാർക്കാണ്. അപ്പോൾ ഒരു എസ് എ ടൈപ്പ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതിൽ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ക്ലാസിഫിക്കേഷൻ ഓഫ് സോഴ്സ് ഓഫ് ഫണ്ട് ഉണ്ട്. അതായത് ചിലത് ഡ്യൂറേഷന്റെ ബേസിസിലുണ്ട്, പീരീഡ് ബേസിസിലുണ്ട്. അപ്പം ആ ഒരു ക്ലാസിഫിക്കേഷൻ വെച്ചുകൊണ്ടായിരിക്കണം ഇത്രയും പോലെ 3 ഉള്ള നിങ്ങൾ സോഴ്സസ് പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മളുടെ അടുത്ത ചാപ്റ്റർ ആണ് സ്മോൾ ബിസിനസ് അല്ലെങ്കിൽ MSME. അപ്പം ഈ ചാപ്റ്റർ എന്താണ്, വലിയ അത്ര തന്നെ ഇമ്പോർട്ടൻസ് ഇല്ലാത്ത അല്ലെങ്കിൽ വെയിറ്റേജ് കുറഞ്ഞിട്ടുള്ള 4 മാർക്കിനൊക്കെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ പ്രധാനമായിട്ട് പഠിച്ചു വെക്കേണ്ട ടോപ്പിക്കുകൾ എന്താണെന്ന് വെച്ചാൽ ക്ലാസിഫിക്കേഷൻ ഓഫ് MSME, മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസ് എന്ന് പറഞ്ഞ ക്ലാസിഫിക്കേഷൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി എന്നൊക്കെ പറഞ്ഞിട്ട് ഓർക്കുന്നില്ലേ? യെസ്. ഇനി കോട്ടേജ് ഇൻഡസ്ട്രീസിന്റെ ഫീച്ചേഴ്സ് ചോദിച്ചേക്കാം, അല്ലെങ്കിൽ റോൾ ഓഫ് സ്മോൾ ബിസിനസ് ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ പ്രോബ്ലംസ് ഓഫ് സ്മോൾ ബിസിനസ്. ഇങ്ങനെയാണ് ചോദ്യങ്ങൾ വരാറുള്ളത്. സാറോട് മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു 4 ഭാഗത്തു നിന്നാണ് കൂടുതൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. 4 മാർക്കാണ് ഈ ഒരു ചാപ്റ്ററിന്റെ വെയിറ്റേജ്. ഇത് നമ്മുടെ 10ാമത്തെ ചാപ്റ്റർ, ദാറ്റ് ഈസ് ഇന്റേണൽ ട്രേഡ്. ഇന്റേണൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇന്ത്യയിൽ അകത്ത് വെച്ച് നടക്കുന്ന ഹോൾസെയിൽ ട്രേഡ് അല്ലെങ്കിൽ റീറ്റെയിൽ ട്രേഡ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ. അപ്പൊ ഈ ഒരു ചാപ്റ്ററിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 10 മാർക്കാണ്. അപ്പൊ ഓഫ് കോഴ്സ് ഒരു എസ് എക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗം തന്നെയാണ്. ഇത്രയും ചെറിയ പോയിന്റുകൾ കൊടുത്തുകൊണ്ട് നിങ്ങൾ വിചാരിക്കേണ്ട ഇത്രയും പഠിക്കാനുള്ളതെന്ന് വിചാരിക്കേണ്ട. ഇതൊക്കെ കുറേ അധികം ഈ ഒരു ചാപ്റ്ററിന്റെ അകത്ത് പഠിക്കാറുണ്ട്. കുറേ അധികം ഫിക്സഡ് ഷോപ്പ് ട്രേഡേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഇറ്റിറ്റേറിയൻ ട്രേഡേഴ്സ് ഉണ്ട്. അപ്പം ഇവരെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രേഡേഴ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഹോൾസെയിൽ ട്രേഡിന്റെ അവരുടെ സർവീസസ് ഉണ്ട്. അതേപോലെ തന്നെ റീറ്റെയിൽ ട്രേഡിന്റെ അവരുടെ സർവീസസ് ടു റീറ്റെയിൽ
റീറ്റെയിലേഴ്സ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് സ്കിപ്പ് ചെയ്യരുത്. ഒന്നെങ്കിൽ സർവീസസ് ചോദിച്ചേക്കാം, അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് റീറ്റെയിലേഴ്സ് ആയിരിക്കും ചോദിച്ചേക്കാം. ഓക്കെ, അപ്പൊ അതിൽ ഇറ്റിറ്റേറിയൻ ട്രേഡേഴ്സ് ഉണ്ട്, ഫിക്സഡ് ഷോപ്പ് ട്രേഡേഴ്സ് ഉണ്ട്. ഇതൊക്കെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ ഉറപ്പായിട്ടും ഒരു എസ്സേ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് നമ്മുടെ ഇന്റേണൽ ട്രേഡ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഇനി നമ്മുടെ അവസാനത്തെ ചാപ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ബിസിനസ് ആണ്. ചില ടെക്സ്റ്റിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഇന്റർനാഷണൽ ബിസിനസ് 1, ഇന്റർനാഷണൽ ബിസിനസ് 2 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ 2 ചാപ്റ്റർ ആയിട്ട് കൂടുന്ന സമയത്ത് നമുക്ക് 12ഓളം ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. അപ്പോൾ ഇന്റർനാഷണൽ ബിസിനസ് എന്ന ചാപ്റ്ററിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 5 മാർക്കാണ്. അപ്പോൾ ഒരു എസ്സേ ഒന്നും ഈ ചാപ്റ്ററിന് ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും പഠിച്ചു വെക്കേണ്ടത് ജസ്റ്റ് ഒരു മീനിങ് എല്ലാവർക്കും അറിയാം അല്ലേ, ഇന്റർനാഷണൽ ബിസിനസ് എന്താണെന്നുള്ള മീനിങ് എല്ലാവർക്കും തന്നെ അറിയാം. അപ്പോൾ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ബിസിനസ്സും ഡൊമസ്റ്റിക് ബിസിനസ്സും തമ്മിലുള്ള ഡിഫറൻസുകളാണ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത്. പിന്നെ സ്കോപ്പ് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ് ഉണ്ട് അല്ലെ, ഇനി ഇമ്പോർട്ട് അല്ലെങ്കിൽ എക്സ്പോർട്ട് എന്നൊക്കെ പറയുന്ന സ്കോപ്പ് ഉണ്ട്. അതേപോലെ തന്നെ ബെനിഫിറ്റ്സ് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ് ഉണ്ട്, ബെനിഫിറ്റ്സ് ടു നേഷൻ അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് ടു ഫേം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് 2 ബെനിഫിറ്റ്സുകൾ. അതേപോലെ തന്നെ മോഡ്സ് ഓഫ് എൻട്രി ഇൻ ടു ഇന്റർനാഷണൽ ബിസിനസ്, ഏതൊക്കെ രീതിയിലാണ് ഇന്റർനാഷണൽ ബിസിനസ്സിലോട്ട് എൻട്രി ചെയ്യാൻ വേണ്ടി പറ്റുക, ഫ്രാഞ്ചൈസിങ്, ലൈസൻസിങ്, കോൺട്രാക്ട് മാനുഫാക്ചറിംഗ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇനി എക്സ്പോർട്ട് പ്രൊസീജിയേഴ്സും ഇമ്പോർട്ട് പ്രൊസീജിയേഴ്സും. നമുക്കറിയാം എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഗുഡ്സ് മറ്റൊരു രാജ്യത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രൊസീജിയേഴ്സ് കിടക്കേണ്ടതുണ്ട്, ഒരുപാട് കടമ്പകൾ കിടക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കടമ്പകൾ കിടക്കുന്ന സമയത്ത് ഒരുപാട് സ്റ്റേജസും അതിൽ വരുന്നുണ്ട്, ഒരുപാട് ഡോക്യുമെന്റ്സ് വരുന്നുണ്ട്. അപ്പോൾ പലരും തന്നെ മെസ്സേജ് അയച്ചൊക്കെ ചോദിക്കുന്നുണ്ട്, സാർ ഇതെല്ലാം പഠിക്കണോ, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണോ, എസ്സേക്ക് ചോദിക്കണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ ചാപ്റ്ററിന്റെ മാർക്ക് വെയിറ്റേജ് എന്ന് പറയുന്നത്, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 5 മാർക്കാണ്. അപ്പോൾ ഒരിക്കലും തന്നെ ഒരു എസ്സേക്ക് ചോദിക്കാൻ അത്ര തന്നെ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഡോക്യുമെന്റുകൾ ഏതൊക്കെയാണ്, എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഡോക്യുമെന്റുകൾ ഏതൊക്കെയാണെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്റർനാഷണൽ ബിസിനസ് എന്ന ചാപ്റ്ററിൽ പഠിച്ചു വെക്കാനുള്ളത്. ഇനി നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിരിക്കും, സർ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് കണ്ടന്റുകൾ, ടോപ്പിക്കുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞില്ലേ, അപ്പം ഇനി ഏത് ചാപ്റ്ററാണ് ഞാൻ ആദ്യം പഠിക്കേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ 11 ചാപ്റ്റേഴ്സിന് നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രിയോറിറ്റി കൊടുക്കുന്നു. അതായത് പ്രിയോറിറ്റി 1, പ്രിയോറിറ്റി 2, പ്രിയോറിറ്റി 3. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇങ്ങനെ പ്രിയോറിറ്റി കൊടുക്കുന്നതെന്ന് വെച്ചാൽ, ഏറ്റവും വെയിറ്റേജ് കൂടിയിട്ടുള്ള 5 ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ, ബിസിനസ് സർവീസസ്, ഇന്റേണൽ ട്രേഡ്, ഫോർമേഷൻ ഓഫ് എ കമ്പനി, സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസ്. ഈ ചാപ്റ്ററിനാണ് എസ്സേ ടൈപ്പ് ചോദ്യങ്ങളായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള 5 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കുറച്ചും കൂടി ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. അപ്പം കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ചാപ്റ്ററിൽ കൂടുതൽ സ്റ്റിക്ക് ഓൺ ചെയ്യണം. അതിനുശേഷം നിങ്ങൾ രണ്ടാമത്തെ പ്രിയോറിറ്റി കൊടുക്കുന്ന സമയത്ത് ബിസിനസ്, ട്രേഡ് ആൻഡ് കൊമേഴ്സും സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് ആൻഡ് ബിസിനസ് എത്തിക്സ് എന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററാണ് നിങ്ങൾ രണ്ടാമതായിട്ട് പ്രിയോറിറ്റൈസ് ചെയ്യേണ്ടത്. അപ്പം ഈ പറയുന്ന 7 ചാപ്റ്റേഴ്സിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഏകദേശം ഒരു 60 to 70% ക്വസ്റ്റ്യൻസും ഈ 7 ചാപ്റ്റേഴ്സിൽ നിന്നാണ് വരാൻ സാധ്യതയുള്ളത്. അപ്പൊ ഇങ്ങനെ പ്രിയോറിറ്റൈസ് ചെയ്തുകൊണ്ട് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടി ടൈം എന്താക്കാൻ വേണ്ടി പറ്റും, ഈ പറയുന്ന ചാപ്റ്റേഴ്സിനോട്ട് മാറ്റി വെക്കാൻ വേണ്ടി പറ്റും. ഈ ബാക്കിയുള്ള 4 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് 5 മാർക്ക് 4 മാർക്കിന്റെ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് വലിയ രീതിയിലുള്ള ചോദ്യങ്ങളൊന്നും തന്നെ എക്സ്പെക്ട് ചെയ്യേണ്ടതില്ല. ഒരു ചെറിയൊരു 4 മാർക്ക് 3 മാർക്ക് അങ്ങനെയുള്ള അല്ലെങ്കിൽ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടായിരിക്കും ഈ ഒരു 4 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഇങ്ങനെ പ്രിയോറിറ്റൈസ് ചെയ്തുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് കാര്യങ്ങൾ വീണ്ടും റിവൈസ് ചെയ്യാനും ഈ പറയുന്ന ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി പഠിക്കാനും അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ട്രിക്കുകളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ഷോർട്ട് പീരീഡിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന. ഇത്തരത്തിൽ ഓരോ ചാപ്റ്റേഴ്സും കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഓരോ ചാപ്റ്റേഴ്സിലെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടന്റുകൾ മാർക്ക് ചെയ്തുകൊണ്ട് ആ കണ്ടന്റുകൾ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണം. പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, സാർ പഠിച്ചത് ഓർമ്മയിൽ നിൽക്കുന്നില്ല, പഠിച്ചത് ഓർക്കാൻ വേണ്ടി പറ്റുന്നില്ല, ഒരു ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് പഠിച്ചു വെച്ച ടോപ്പിക്ക് മറന്നു പോകുന്നു. അത് നിങ്ങൾ കൃത്യമായിട്ട് ഇടവേളകളിൽ നിങ്ങൾ റിവൈസ് ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ്. നിങ്ങൾ ടോപ്പിക്ക് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അത് റിവൈസ് ചെയ്യണം. ചിലപ്പം ചില ആളുകൾക്ക് ഒരു ഒന്നിടവിട്ട ദിവസങ്ങൾ റിവൈസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി എഫക്റ്റീവ് ആയിരിക്കുക. ചില ആളുകൾക്ക് 3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും, ചില ആളുകൾക്ക് വീക്കിലി റിവൈസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ നിങ്ങൾ കൃത്യമായിട്ടുള്ള ഇടവേളകൾ നിങ്ങൾക്ക് എപ്പോഴാണ് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് ആ ഇടവേളകൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ടോപ്പിക്കുകൾ റിവൈസ് ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മളുടെ +1 ബിസിനസ് സ്റ്റഡീസ് തിയറി പേപ്പർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് മൈൻഡിലോട്ട് കിട്ടുകയുള്ളൂ. ഒരിക്കലും തന്നെ നമുക്ക് ഈ 15 ചാപ്റ്റേഴ്സിലെല്ലാം ഒരുമിച്ച് മൈൻഡിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കില്ല. സോ കൃത്യമായിട്ട് റിവൈസ് ചെയ്യുക. അപ്പം ഈ വരുന്ന മോഡൽ എക്സാം നമ്മൾ അടിപൊളിയായിട്ട് സൂപ്പർ 30 നമ്മൾ എത്തുന്നുണ്ട്. നിങ്ങളുടെ കൂടെ സൈലം കൊമേഴ്സ് ടീം ഉണ്ടായിരിക്കും. സോ ഇതുപോലെയുള്ള കണ്ടന്റ് വീഡിയോസിനായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ, ഇറ്റ്സ് മീ VK ഫ്രം സൈലം.